ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡിലും മോർണിംഗ് റൈഡ് പോവുകയാണ്. സമയം ഇപ്പോൾ ഒരു 6:30-7 മണിയായിട്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അവൻ്റെ എക്സ്പൾസിലും ഞാൻ ഹിമാലയയിലും. പോകുന്നത് വേറെ എങ്ങോട്ടല്ല, നമ്മുടെ സ്വന്തം അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ട്. എത്ര വന്നാലും മടുക്കാത്തൊരു റൂട്ട്. രാവിലെ തന്നെ ഇതിലെ വണ്ടി ഓടിക്കാൻ തന്നെ പ്രത്യേക ഒരു ഫീലാണ്. കാടിൻ്റെ ഫുള്ള് പച്ചപ്പും, ഇപ്പം മൺസൂൺ ആയതുകൊണ്ട് ഫുള്ള് പച്ച വിരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ് രാവിലെ തന്നെ ഇതിൽ പോവാൻ. മോർണിംഗ് ആയതുകൊണ്ട് ഈ മലയുടെ മുകളിൽ നിന്ന് ഫോഗ് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു വ്യൂ ഉണ്ട്. അതും കണ്ട് ഇങ്ങനെ പതുക്കെ വണ്ടി ഓടിച്ച് പോകാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്, വെറ്റിലപ്പാറ ബ്രിഡ്ജ്. എപ്പോൾ വന്നാലും ഈ ബ്രിഡ്ജിൽ വന്ന് 5-6 ഫോട്ടോ എടുക്കാണ്ട് ഇവിടുന്ന് പോകാറില്ലേ. ഇവിടുത്തെ വ്യൂവും ആ ഒരു വൈബും അടിപൊളിയാണ്. ഇപ്പം ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അധികം തിരക്കില്ല. നിങ്ങളൊരു നേരെ വൈകി വരണം, ഇപ്പോൾ ഒരു 10 മണി 9 മണി സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല ക്രൗഡഡ് ആയിരിക്കും. നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ അങ്ങനെ കറക്റ്റ് പറ്റിയെന്ന് വരില്ല. അപ്പോൾ വരുമ്പോൾ ഏർലി മോർണിംഗ് വരിക. അത് കഴിഞ്ഞ് നേരെ കാണുന്ന കടയിൽ നിന്ന് ചായയും ഒരു വടയും കഴിച്ച് നമുക്ക് നേരെ വിടാം. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളി ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. താഴോട്ട് ഇറങ്ങാനുള്ള മൈൻഡൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെയാണ് അടിപൊളി. താഴെ പോയി ആകെ വയ്യാണ്ടോ, അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങണില്ല. ഇവിടുത്തെ വ്യൂ തന്നെ കാണാൻ എന്തോ അടിപൊളിയാണ്, കിട്ടില്ല ലുക്ക്. ഇതിപ്പോൾ വെള്ളം കുറവാണ്, അതുകൊണ്ട് കറക്റ്റ് ആ 3 ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഒറ്റ ലെയറായിട്ടാണ് വാട്ടർഫാൾസ് നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ വ്യൂ കണ്ട് നമ്മൾ നേരെ ഇനി അടുത്ത പോയിന്റ് നമ്മുടെ ചാർപ്പ വാട്ടർഫാൾസാണ്. ചാർപ്പ പോകുന്ന വഴിയിൽ ഞാനെപ്പോൾ വന്നാലും നിർത്തുന്ന ഒരു സ്പോട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കർവും അവിടെ സൈഡിൽ വണ്ടി വെച്ചിട്ടുള്ള ഒരു കുറച്ച് ഫോട്ടോസ്. ആ ഒരു കാലത്ത് മോർണിംഗ് ലൈറ്റ് അടിക്കുമ്പോൾ ഉള്ളൊരു ഫോറസ്റ്റ് റോഡിൻ്റെ ഒരു ലുക്കുണ്ട്. അങ്ങനെ ലൈറ്റ് പാസ് ചെയ്തിട്ട് അതിൽ കൂടെ പോകുന്നൊരു കിഡിൻ്റെ ലുക്കാണ്. അത് എനിക്ക് പറഞ്ഞുതരാൻ അങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ കാണിച്ചുതരാം വിഷ്വൽ. ഇവിടെ എത്ര നേരം ഇവിടെ നിന്നാലും നമുക്കൊരു പ്രശ്നമില്ല, മടുക്കില്ല. എന്താ പറയുക, എത്ര നേരം ഈ റോട്ടിൽ ഇങ്ങനെ ഇരുന്നാലും നമുക്കൊരു മടുപ്പും തോന്നില്ല. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പോകാറ്. ഇപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ തന്നെ സമയം പോകണം നമ്മളറിയില്ല. ഇങ്ങനെ നമുക്ക് റിലാക്സ് ആയിട്ട് പീസ്ഫുള്ളായിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം.
ഇത് മോർണിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഫോറസ്റ്റ് ഗാർഡ്മാരൊക്കെ ഇറങ്ങി തുടങ്ങി അവർ പിന്നെ അധികം നമ്മളെ ഇവിടെ പാർക്കിങ് അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ അവർ കാണുകയാണെങ്കിൽ നമ്മൾ പോകാൻ പറയും. അപ്പോൾ ഏർലി മോർണിംഗ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ സ്പോട്ടിൽ. പണ്ടാരോ പറഞ്ഞ പോലെ ഈ ടൂറിസ്റ്റ് പ്ലേസിനേക്കാളൊക്കെ എത്ര അടിപൊളിയാണ് ഈ പോകുന്ന വഴിയിലെ വ്യൂ പോയിന്റ്. ഇവിടെ എത്ര ഇരുന്നാലും നമുക്കൊരു ബോറിങ്ങും ഇല്ല, ഒരു ലാഗും ഇല്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ബ്രീത്തിങ് ഒക്കെ കുറച്ചും കൂടി ബെറ്ററാണ് ഇവിടെ. ഒരു പൊല്യൂഷനും ഇല്ല, കാടിൻ്റെ ശബ്ദവും. എല്ലാവർക്കും ഇത് ഇഷ്ടമാവണമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഈ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ്, ഒരു ചെറിയ സജഷൻ ഉണ്ട്. അതിരപ്പള്ളി വാഴച്ചാലൊക്കെ വരുമ്പോൾ മാക്സിമം സൺഡേ സാറ്റർഡേ ഒഴിവാക്കിയിട്ട് ഇതുപോലൊരു വീക്ക് ഡേയ്സിൽ ഇറങ്ങുക, ഏർലി മോർണിംഗ്. എന്താ വൈബ്! ഇപ്പം മൺസൂണായതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല പച്ച വിരിച്ച് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വരണം, അതാണ് അതിൻ്റെ ഒരു വൈബ്. മറ്റേത് ഫുൾ ട്രാഫിക്കും സൗണ്ടും വണ്ടിയും, ആ ഒരു ട്രിപ്പിൻ്റെ മൂഡ് തന്നെ പോകും. അപ്പം മാക്സിമം നിങ്ങൾ വീക്ക് ഡേയ്സിൽ ഏർലി മോർണിംഗ് ഇതുപോലെ ഇറങ്ങുക. ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമായിരിക്കും. എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടിക്കാൻ വണ്ടി എത്ര വേണമെങ്കിലും. അങ്ങനെ നമ്മൾ ചാർപ്പ വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ ബ്രിഡ്ജൊക്കെ വന്ന കാരണം കുറച്ചുകൂടി അടിപൊളിയാണ്. നമുക്ക് കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണുന്നൊരു ഫീൽ കിട്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് വാച്ച് ചെയ്യുമ്പോൾ. അത്യാവശ്യം വെള്ളമുണ്ട്, എന്നാലും ഓവറല്ല. കുറച്ചും കൂടി നല്ല മഴ പെയ്യണമെങ്കിൽ ചെളി വെള്ളം ആയിരിക്കും. അപ്പോൾ പിന്നെ ഈ വെള്ളച്ചാട്ടത്തിന് ആ വൈറ്റ് കളർ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് തന്നെ കുറച്ചും കൂടി ബെറ്റർ. പിന്നെ കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പ്രേ എഫക്റ്റ് കിട്ടും. ഈ മിസ്റ്റ് വന്ന് നമ്മുടെ ഫേസിലടിക്കുന്ന ഒരു പരിപാടിയിൽ അതിപ്പോൾ ഇല്ല, എന്നാലും വാട്ടർഫാൾസിന് കാണാനൊരു ലുക്കുണ്ട്. നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇനി നേരെ വാഴച്ചാൽ പോയിട്ട്, വാഴച്ചാൽ ഇറങ്ങാൻ ചാൻസ് ഇല്ല, വെള്ളം കുറവാണ് ഇപ്പോൾ. പിന്നെ വാഴച്ചാൽ വരെ പോയിട്ട് ജസ്റ്റ് തിരിച്ച് ഈ റൂട്ട് തന്നെ പിടിക്കും, നേരെ വീട്ടിലോട്ട്. എത്ര വർഷങ്ങൾ കിടക്കണ്ടാവും. എവിടെ നിന്നാ പോന്നേ? ആ മോളിന്നാ? ഒരെണ്ണം വീണുണ്ട്. എത്രയോ കാലങ്ങൾ പഴക്കമുള്ളവരായിരിക്കും.
ഈ മഴയത്ത് മണ്ണ് പോയിട്ട് വീണതായിരിക്കാനാണ് ചാൻസ്. നല്ല ഹെവി മരമാണ്. എന്തായാലും ആർക്കൊന്നും പറ്റിയില്ലല്ലോ, അതന്നെ ഭാഗ്യം. അങ്ങനെ നമ്മൾ വാഴച്ചാലിൽ നിന്ന് തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം ഫിനിഷറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഴച്ചാലിൽ നിന്ന് നേരെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഹിമാലയൻ ഞാൻ ഒന്ന് മാറ്റി എക്സ്പൾസാക്കി. ഹിമാലയത്തിൽ നിന്ന് ഇതുമ്പോൾ കയറിയപ്പോൾ ഭയങ്കര വെയിറ്റ് തീരെ തോന്നുന്നില്ല. ഇപ്പം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒട്ടും വെയിറ്റ് തോന്നാത്തൊരു ഫീല്. പക്ഷേ ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഭയങ്കര ടൈറ്റ്. അത് കാരണം ഒരു ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു മിസ്സിങ്. ബാക്കി ഭയങ്കര ഫണ്ണായിട്ട് ഓടിച്ചുകൊണ്ട് ഇറക്കാൻ പറ്റിയൊരു വണ്ടി. ഹിമാലയം കുറച്ചും കൂടി ഓവർ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഭയങ്കര നിമ്പിളായിട്ട് ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയായിട്ട് തോന്നി. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു മോർണിംഗ് റൈഡ് ആണെങ്കിലും സംഭവങ്ങളൊക്കെ നല്ല കളറായിട്ടുണ്ട്. കാടും വെള്ളച്ചാട്ടവും ഈ എനർജിയൊക്കെ വെച്ച് വേണം ഇനി ബാക്കിയുള്ള ദിവസത്തെ പരിപാടികൾ തുടങ്ങാൻ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.